ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അരവിന്ദൻ 8 മാസമായിട്ട് ലോൺ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജപ്തി നോട്ടീസ് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ബാങ്കുകാർ. ഈ കാര്യം കാവേരി ജയപാലനെ അറിയിക്കുന്നുവെങ്കിലും ജയപാലൻ അവിടേക്ക് വരാൻ തയ്യാറാകുന്നില്ല. വീട്ടിലില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. വിശാലുമായി ഫോണിൽ സംസാരിച്ച യമുന മനസ്സിലാക്കുകയാണ് ജയപാലൻ വീട്ടിലുണ്ടെന്ന്. യമുന ഈ കാര്യം കാവേരി അറിയിക്കുകയും അച്ഛനെ ജയപാലനങ്ങൾ ചതിച്ചോ എന്ന് സംശയിക്കുകയുമാണ് കാവേരി. എന്നാൽ ശാരദയും മുത്തശ്ശിയും ജയപാലനെ ന്യായീകരിച്ച് സംസാരിക്കുകയും ജയപാലൻ ദൈവത്തെ പോലെയാണെന്ന് പറയുകയുമാണ്. തുടർന്ന് കാവേരി തീരുമാനിക്കുകയാണ് ജയപാലന്റെ വീട്ടിലേക്ക് പോയി ജപ്തി ചെയ്യുമെന്ന് ബാങ്കുകാര് പറഞ്ഞ കാര്യം അറിയിക്കാൻ. അങ്ങനെ ഗംഗയും കാവേരിയും കൂടി ജയപാലന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം അരവിന്ദന്റെ വീട്ടിലേക്ക് വീണ്ടും വരികയാണ് ബാങ്കുകാർ. യമുനയും ശാരദയും നിലയും മുത്തശ്ശിയുമെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ലോൺ അടയ്ക്കാത്തതിന്റെ പേരിൽ വഴക്ക് പറയുകയാണ് അവർ. ശാരദ പറയുന്നു, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണം സർ. ഓഫീസേഴ്സിൽ ഒരാൾ പറയുന്നു, കഴിഞ്ഞ ദിവസം ഞങ്ങൾ നേരിൽ വന്ന ലെറ്റർ തന്നതല്ലേ, അതിനു മുന്നേ ബാങ്കിൽ നിന്നും എത്ര ലെറ്റേഴ്സ് അയച്ചിരിക്കുന്നു. യമന പറയുന്നു, സർ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഒരു ലെറ്ററും കിട്ടിയിട്ടില്ല. ഓഫീസർ പറയുന്നു, ഇത് എല്ലാവരും പറയുന്നതാ. നോക്ക്, വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ വന്നിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ദ കോർട്ട് ഓർഡർ എന്ന് പറഞ്ഞ് ഒരു ഓഫീസർ അവരുടെ നേരെ കോർട്ട് ഓർഡർ നീട്ടുകയാണ്. യമന ചോദിക്കുന്നു, അതെങ്ങനാ? ഇന്നലെ വന്ന് പറഞ്ഞിട്ട് ഇന്ന് ജപ്തി ചെയ്യുമോ? അവർ പറയുന്നു, കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ശാരദ ചോദിക്കുന്നു, ഇത് ഞങ്ങളുടെ വീടാ, ഇത് വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? നിങ്ങൾ എന്താ ആളെ കളിയാക്കുവാണോ? ആദ്യം നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക്, ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങത്തില്ല, ഇത് ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞ് ശാരദ അവിടേക്ക് ഇരിക്കുകയാണ്. യമന പറയുന്നു, അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മുത്തശ്ശി പറയുന്നു, എന്റെ മകൻ മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയില്ല, ഇപ്പൊ നിങ്ങൾ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് പോകാനാ? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂന്ന് ഒരു ഓഫീസർ പറയുമ്പോൾ ശാരദ ചോദിക്കുന്നു, എവിടെ പോണം? പെൺകുട്ടികളെയും കൂട്ടി നടു റോഡിലേക്ക് ഇറങ്ങണോ? അരവിന്ദേട്ടൻ ലോൺ അടവെല്ലാം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടാകും, അതെനിക്കറിയാം. അരവിന്ദേട്ടൻ മരിച്ചു എന്നറിഞ്ഞിട്ട് ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കുവാണോ നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക്. യമന ചോദിക്കുന്നു, അമ്മ എന്തേ പറയുന്നത്? സർ ഞങ്ങൾക്ക് ഒരു ലെറ്ററും വന്നിട്ടില്ല, നിങ്ങൾ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ വീട് ലോണിലാണെന്നുള്ള കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത്. മുത്തശ്ശി പറയുന്നു, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ? എന്റെ മകൻ ജീവനോടെ ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. ഓഫീസർ പറയുന്നു, നോക്ക്, മര്യാദക്ക് നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ശാരദ ചോദിക്കുന്നു, എന്ത് ചെയ്യും നിങ്ങൾ? ഞങ്ങൾ ഇറങ്ങി പോകില്ല, ഇത് ഞങ്ങളുടെ വീടാ. ഇപ്പൊ ഞങ്ങളുടെ ജയപാലേട്ടൻ വരും, ജയപാലേട്ടനുമായിട്ട് സംസാരിക്കുക. യമുന, നീ ചേച്ചിയെ ഫോണിൽ വിളിച്ചു പറ. ഓഫീസർ പറയുന്നു, നിങ്ങളുടെ ഡ്രസ്സ്, ആഭരണങ്ങൾ, പണം, അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുക്കുന്നതിന് നിങ്ങൾക്ക് 1/2 മണിക്കൂർ സമയം തരാം, അതെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ നോക്ക്. അതിനുള്ളിൽ നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ വീട്ടിനകത്തുള്ള സാധനങ്ങളെല്ലാം വെളിയിലേക്ക് വലിച്ചെറിഞ്ഞ് വീട് പൂട്ടിയിട്ട് പോകും. ശാരദ ചോദിക്കുന്നു, നിങ്ങൾ പൂട്ടുന്നത് വരെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുവോ? അതിനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, എല്ലാവരും അകത്തു പോകാൻ പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ശാരദ അകത്തേക്ക് പോവുകയാണ്. തടയാൻ ശ്രമിച്ചുകൊണ്ട് യമന പറയുന്നു, അമ്മേ ചേച്ചി ജയപാലനങ്ങളുടെ കാണാൻ പോയതല്ലേ, അവര് പോയിട്ട് വരട്ടെ, അതുവരെ ഒന്ന് ക്ഷമിക്ക്, നീ പോടി അകത്തേക്കെന്ന് പറഞ്ഞ് യമുനയെ അകത്തേക്ക് കയറ്റിയിട്ട് ശാരദ ബാങ്കിൽ നിന്നും വന്നവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യ്. ഓഫീസർ പറയുന്നു, മാഡം ഇത് തെറ്റാണ്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ ബാങ്ക് ആക്ഷൻ എടുക്കും. ശാരദ പറയുന്നു, നിങ്ങൾ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുത്തോ, ഇത് എന്റെ ഭർത്താവ് എനിക്ക് തന്ന വീടാ, ഞാൻ ഇവിടുന്ന് പോകില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് ശാരദ. ബാങ്കിൽ നിന്ന് വന്ന ഓഫീസേഴ്സ് മാഡം എന്ന് വിളിച്ച് ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. തുടർന്ന് ജയപാലന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗംഗയും കാവേരിയും. അവർക്ക് ചായ കൊടുത്ത് വിഷമത്തോടുകൂടി പ്രവീണ പറയുന്നു, നിങ്ങളുടെ അനുജത്തിമാരെ നിങ്ങൾ വേണം സമാധാനിപ്പിക്കാൻ, എല്ലാം പഴയതുപോലെയാകാൻ ഒരുപാട് സമയമെടുക്കും, നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ധൈര്യമുള്ള കുട്ടികളല്ലേ, പുറം ലോകം എന്താണെന്ന് പോലും ശാരദയ്ക്ക് അറിയില്ല, അതുകൊണ്ടാ പറയുന്നത്. ഈ സമയം അവിടേക്ക് വന്ന ജയപാലൻ പറയുന്നു, ഞാൻ അവിടേക്ക് വരാനായി ഇറങ്ങുകയായിരുന്നു, പ്രശ്നമാണോ? ശാരദ സുഖമായിട്ടിരിക്കുന്നു. കാവേരി പറയുന്നു, ഈ ബാങ്കിന്റെ കാര്യം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ബാങ്കിന്റെ കാര്യമെന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ പ്രവീണ പറയുകയാണ്, ജയപാലേട്ട ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ശാരദ പറഞ്ഞെന്ന്. ജയപാലൻ ദേഷ്യത്തോടുകൂടി പ്രവീണയെ നോക്കുകയാണ്. ഗംഗയും കാവേരിയും ജയപാലനെ ശ്രദ്ധിക്കുമ്പോൾ ജയപാലൻ ചോദിക്കുന്നു, നീ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? പ്രവീണ പറയുന്നു, ഞാൻ ചോദിച്ചായിരുന്നു, വേണ്ടാന്ന് പറഞ്ഞു. ഗംഗ പറയുകയാണ്, ജയപാലനങ്ങൾ വേണ്ടാഞ്ഞിട്ടാ. ജയപാലൻ പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ, പ്രവീണെ നീ പോയി കൊണ്ടുപോവാ. ശരി എന്ന് പറഞ്ഞ പ്രവീണെ അകത്തേക്ക് പോവുകയാണ്. കാവേരി പറയുന്നു, ജയപാലനങ്ങൾ ബാങ്കിൽ നിന്നും ആൾക്കാർ വന്ന വീടിന്റെ ലോൺ 8 മാസമായിട്ട് അടച്ചിട്ടില്ല, ജപ്തി ചെയ്യുന്നൊക്കെ പറയുന്നു, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ജയപാലൻ പറയുകയാണ്, ലോൺ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമോ? അപ്പൊ ഇത്രയും വർഷം ലോൺ അടച്ചതിന് എന്താ അർത്ഥം? ഗംഗ ചോദിക്കുന്നു, അപ്പോ അച്ഛൻ കൃത്യമായിട്ട് ലോൺ അടയ്ക്കാറില്ലായിരുന്നോ? അമ്മയോട് എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയുന്നു. ജയപാലൻ അങ്കിളല്ലേ ബാങ്ക് ലോൺ എല്ലാം അടയ്ക്കാറുള്ളത്. ജയപാലൻ പറയുന്നു, അച്ഛന് കുറച്ചു നാളായിട്ട് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പണം അയച്ചിട്ടില്ല, പിന്നെ എങ്ങനാ ലോൺ അടയ്ക്കുക? ഇത് കേട്ട് ഞെട്ടിയ മുഖത്തോട് മുഖം നോക്കുകയാണ് ഗംഗയും കാവേരിയും. ഗംഗ ചോദിക്കുന്നു, അപ്പൊ സത്യമായിട്ടും അച്ഛൻ
അച്ഛൻ ലോൺ അടച്ചിട്ടില്ലേ? അച്ഛൻ എന്താ ഇത് ഞങ്ങളോട് പറയാഞ്ഞതെന്ന് കാവേരി ചോദിക്കുമ്പോൾ ജയബാലൻ പറയുകയാണ്, സന്തോഷം മാത്രമേ നിങ്ങൾക്ക് അരവിന്ദൻ തരാറുള്ളൂ, ദുഃഖവും സങ്കടവും എല്ലാം എന്നോടേ പറയാറുള്ളായിരുന്നു. ഗംഗ ചോദിക്കുന്നു, ഇപ്പൊ എന്താ ചെയ്യുക ജയബാലനങ്ങൾ? ബാങ്കുകാര് ജപ്തി ചെയ്യുമെന്ന് പറയുന്നു. ജയബാലൻ പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഞാൻ നോക്കിക്കോളാം അത്. കാവേരി പറയുന്നു, ബാങ്കുകാര് എന്തോ തെറ്റിദ്ധരിച്ചു വന്നതാണ്, അച്ഛൻ പണമെല്ലാം അടച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ജയബാലൻ പറയുന്നു, എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെയല്ലല്ലോ. ഞാൻ സംസാരിക്കാം, ബാങ്കുകാർ അങ്ങനെയല്ലേ പറയൂ, ഞാനില്ലേ നിങ്ങൾക്ക്. ഈ സമയം സ്നാക്സുമായി അവിടേക്ക് വരികയാണ് പ്രവീണ. ഗംഗയുടെ ഫോണിലേക്ക് യമുന വിളിച്ചിട്ട് പറയുന്നു, ചേച്ചി ബാങ്കിൽ നിന്നും വീണ്ടും വന്നിട്ടുണ്ട്, സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ അവർ പറയുന്നു, വീട്ടിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് വാ, ദാ വരുന്നു എന്ന് പറഞ്ഞ ഗംഗ ഫോൺ കട്ട് ചെയ്യുമ്പോൾ കാവേരി ചോദിക്കുന്നു, എന്തു പറ്റി ഗംഗേച്ചി? ഗംഗ പറയുന്നു, ബാങ്കിൽ നിന്നും ആളുകൾ വീണ്ടും വന്നിരിക്കുന്നു, തുണികളും അത്യാവശ്യ സാധനങ്ങളും എടുത്ത് ഇറങ്ങി പോകാനായി പറയുകയാണ്, വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാവേരിയും പ്രവീണയും. പ്രവീണ ചോദിക്കുന്നു, ജയബാലേട്ട എന്താ ഇത്? ഗംഗ ചോദിക്കുന്നു, ജയബാലൻ അങ്കിൾ ഞങ്ങൾ എന്താ ചെയ്യുക? ജയബാലൻ ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ കാവേരി പറയുന്നു, ഗംഗേച്ചി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഗംഗയും കൂട്ടി കാവേരി എവിടെ നിന്ന് പോകുമ്പോൾ പ്രവീണ ചോദിക്കുന്നു, ജയബാലേട്ട എന്താ ഇത്? ജയബാലേട്ടൻ പോകുന്നില്ലേ? ജയബാലൻ പറയുകയാണ്, പോകാമടി. തുടർന്ന് വിനീതും നിവിനും സംസാരിച്ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വിനീതിന്റെ ഫോണിലേക്ക് വിളിച്ച് നിള ബാങ്കിൽ നിന്നും ജപ്തി ചെയ്യാൻ വന്ന കാര്യം പറയുകയാണ്. എല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് വിനീത്. നിള പറയുന്നു, എനിക്ക് പേടിയാകുന്നു, വിനീതേട്ടൻ ഉടനെ ഇങ്ങോട്ട് വരണം. വിനീത് പറയുന്നു, മോള് കരയാതെ, വിനീതേട്ടൻ ഉടനെ വരാം. നിവിൻ പറയുകയാണ്, വാ ഞാനും വരാം. അങ്ങനെ വിനീതും നിവിനും കൂടി കാവേരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് ശാരദയും മുത്തശ്ശിയും യമുനയും നിളയും എല്ലാം ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ജനലിലൂടെ നോക്കുന്ന നിള കാണുകയാണ് പോലീസുകാർ വീട്ടിലേക്ക് വരുന്നതും ബാങ്കുകാർ അവരോട് സംസാരിക്കുന്നതും കോർട്ട് ഓർഡർ കാണിക്കുന്നതുമെല്ലാം. മുത്തശ്ശി പറയുന്നു, ശാരദെ പോലീസ് വന്നിട്ടുണ്ട്, എന്തു ചെയ്യും? പിൻവശത്തെ വാതിലൂടെ അകത്തേക്ക് കയറിയ പോലീസുകാർ ശാരദയോടും മുത്തശ്ശിയോടും യമുനയോടും ദേഷ്യപ്പെടുകയാണ്. ഓഫീസർ പറയുന്നു, കോർട്ട് ഓർഡർ അനുസരിച്ചേ പറ്റൂ, വീട്ടിൽ നിന്ന് ഇറങ്ങണം. യമുന പറയുന്നു, അമ്മേ നമുക്ക് പോകാം, വാ മുത്തശ്ശി. അങ്ങനെ ശാരദയും മുത്തശ്ശിയും നിളയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് യമുന. ശാരദ വാതിലിന്റെ അരികിലേക്ക് ഇരിക്കുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഞാൻ എത്ര നേരമായി പറയുന്നു ഇറങ്ങിപ്പോകാൻ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? വെറുതെ സമയം കളയാതെ ഇറങ്ങിപ്പോകാൻ നോക്ക്. തുടർന്ന് വിനീതും നിവിനും അവിടേക്ക് വരികയും ശാരദയുമായി സംസാരിക്കുകയുമാണ്. ബാങ്കിൽ നിന്ന് വന്നവരോടും പോലീസുകാരോടും സംസാരിക്കുകയാണ് നിവിൻ പറയുന്നു, ഇത് കുറച്ച് ഓവറാണ് സർ, ഇങ്ങനെ പെട്ടെന്ന് വന്നു പറഞ്ഞാൽ ഇവരെവിടെ പോകും? പോലീസ് ഓഫീസർ പറയുന്നു, ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കണം, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോയാൽ നന്നായേനെ. നിവിൻ പറയുന്നു, ഈ വീടിന്റെ ഗ്രഹനാഥൻ മരിച്ചു, അവരെ നോക്ക്, അവർക്കൊന്നും അറിയില്ല, അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം മരിച്ചുപോയ ഗ്രഹനാഥനെ അറിയത്തുള്ളൂ, ഇവർക്കാർക്കും ഈ വീട് ലോണിലാണെന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. ഈ സമയം അവിടെ കൂടി വരികയാണ് ഗംഗയും കാവേരിയും. പോലീസ് ഓഫീസർ പറയുന്നു, ഈ ഒരു വീടിന് വേണ്ടി ഈ ഒരു ദിവസം മുഴുവൻ ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് എടുക്കേണ്ട സാധനങ്ങൾ എടുത്ത് ഇറങ്ങിപ്പോകാം, ചത്താലും പോകില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് ശാരദ. പോലീസ് ഓഫീസർ പറയുന്നു, ദേ നോക്ക്, ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ശാരദ പറയുന്നു, ഞാൻ ഈ വീട് വിട്ട് പോകില്ല, എനിക്ക് പോകാൻ ഒരു സ്ഥലവും ഇല്ല, ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശാരദ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കോൺസ്റ്റബിൾസ് ശാരദയെ തടയുകയാണ്. വിനീതും യമുനയും ഗംഗയും കാവേരിയും എല്ലാം ശാരദയെ തടയാൻ ശ്രമിക്കുകയാണ്. കാവേരി പറയുന്നു, സർ ഇന്നലെയാ ബാങ്കിൽ നിന്നും വന്ന് പറഞ്ഞത്, ഈ വീട് ലോണിനാണെന്നുള്ള കാര്യം പോലും ഞങ്ങള് ഇന്നലെ അറിഞ്ഞത്, പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിവിൻ പറയുന്നു, സർ അത് തന്നെയാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറച്ച് സമയം തരണം, ഒരാഴ്ച സമയം. ബാങ്ക് ഓഫീസർ പറയുന്നു, ദേ നോക്ക്, ഞങ്ങൾ ഈ വീട് എടുത്തോണ്ട് പോകുന്നില്ല, ഇടിക്കാനും പോകുന്നില്ല. ശാരദ ചോദിക്കുന്നു, ഇടിക്കുവോ നിങ്ങള്? ഒന്ന് ഇടിച്ചിട്ട് കാണട്ടെ, ഈ വീട്ടിലെ ഓരോ കല്ലിലും എന്റെ ഭർത്താവിന്റെ രക്തമുണ്ട്, എന്റെ ശവത്തിൽ ചവിട്ടിയായി നിങ്ങൾക്ക് ഇത് ഇടിക്കാൻ പറ്റൂ. ഗംഗ പറയുന്നു, അമ്മേ അങ്ങനെയൊന്നും ഇടിക്കില്ല. ബാങ്ക് ഓഫീസർ പറയുന്നു, മാഡം വീട് ഇങ്ങനെ തന്നെ ഉണ്ടാകും, നിങ്ങൾ ബാങ്കിൽ അടയ്ക്കാനുള്ള പണം അടച്ചാൽ വീട് തിരിച്ചു കിട്ടും, പണം അടയ്ക്കാനുള്ള സമയത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീട് ലേലത്തിന് വെക്കും. ഈ സമയം ജയപാലൻ അവിടേക്ക് വരികയാണ്. കയ്യിൽ പിടിച്ച യമുന പറയുന്നു, ജയപാലൻ അങ്കിൾ എന്തെങ്കിലും ചെയ്യണം. ശാരദ പറയുന്നു, ജയപാലേട്ടാ ഞങ്ങളുടെ അവസ്ഥ നോക്ക്, അരവിന്ദേട്ടൻ ഉള്ളപ്പോൾ ഞങ്ങളെ മഹാറാണികളെ പോലെയാണ് നോക്കിയിരുന്നത്, അരവിന്ദേട്ടൻ പോയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ കണ്ടോ, തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നു. ജയപാലൻ പറയുന്നു, ശാരദ ഞാൻ സംസാരിക്കട്ടെ. സർ ഞാൻ ജയപാലൻ. ഓഫീസർ പറയുകയാണ്, അറിയാം, ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ, ഇത് നോക്കെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡർ കാണിക്കുകയാണ്. ബാങ്ക് ഓഫീസർ പറയുന്നു, ഇനി സംസാരിക്കാൻ സമയമില്ല സർ, ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ, വീട് പൂട്ടി സീല് വെക്കണം. ജയപാലൻ വിഷമത്തോടുകൂടി ശാരദയുടെയും മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നു, നീ പറഞ്ഞിട്ടും ഇവര് കേൾക്കുന്നില്ലേ? ശാരദ ചോദിക്കുന്നു, ജയപാലേട്ടാ എന്താ ഇത്? അരവിന്ദേട്ടൻ ലോൺ അടച്ചിട്ടില്ലേ? ഇവര് പറയുന്നതെല്ലാം സത്യമാണോ? അരവിന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ജയപാലൻ പറയുന്നു, ശാരദ വിശദമായി ഞാൻ പിന്നീട് പറയാം, ഇപ്പം ഒരു കാര്യം മാത്രം അറിഞ്ഞോ, അരവിന്ദൻ പണം അടച്ചിട്ടില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നിവിൻ പറയുന്നു, തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ, ഉറപ്പായും നിങ്ങൾക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് വരാം. ജയപാലൻ പറയുന്നു, ശാരദ ഇപ്പൊ അകത്ത് പോയി സ്വർണം, പണം, പ്രധാനപ്പെട്ട
ഡോക്യുമെന്റ്സ്, ഡ്രസ്സ് ഇതെല്ലാം എടുത്തോണ്ട് വാ. വിനീതെ പറഞ്ഞ് മനസ്സിലാക്ക്. വിനീത് പറയുന്നു, കാവേരി അകത്ത് പോയി എല്ലാം എടുക്ക്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ഗംഗയും കാവേരിയും യമുനയും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിള അകത്തേക്ക് ഓടി പോവുകയാണ്. എല്ലാവരും നിളയെ ശ്രദ്ധിക്കുന്നു. അരവിന്ദന്റെ ഫോട്ടോയും എടുത്ത് നിള പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കണ്ണു നിറങ്ങി നിൽക്കുകയാണ്. ബാങ്കുകാര് വീട് പൂട്ടി സീൽ ചെയ്ത് അവിടെ വന്നു പോകുമ്പോൾ അരവിന്ദന്റെ ഫോട്ടോ ചേർത്ത് പിടിച്ച് കരയുകയാണ് ശാരദ. കാവേരി പറയുന്നു, അമ്മേ നമ്മളിപ്പോ എങ്ങോട്ടാ പോവുക? എനിക്കറിയില്ല എന്ന് ശാരദ പറയുമ്പോൾ വിനീത് പറയുകയാണ്, അമ്മായി വാ എന്റെ വീട്ടിലേക്ക് പോകാം. ശാരദ പറയുന്നു, മോനെ ഞാൻ വരുന്നില്ല, വീടിനകത്ത് കഴിയില്ലെന്നല്ലേ അവര് പറഞ്ഞുള്ളൂ, പുറത്തിരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. വിനീത് പറയുകയാണ്, എല്ലാം ശരിയാകും അമ്മായി, അതുവരെ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കഴിയാം, നിങ്ങൾ കൂടുതൽ ആലോചിക്കണ്ട, വാ പോകാന്ന് പറഞ്ഞ് ശാരദയെ ചേർത്ത് പിടിച്ച് വിനീത് മുന്നോട്ട് നടക്കുകയാണ്. ജയബാലൻ പറയുന്നു, സഹോദരി തൽക്കാലം നിങ്ങൾ വിനീതിന്റെ ഒപ്പം പോ, ഈ വീട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. പൊട്ടിക്കരയുന്ന അവരെ എല്ലാവരെയും കൂട്ടി വിനീതും ദിവനും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വിനീത് തന്റെ വീട്ടിലേക്ക് വരികയാണ്. സുജാത കാര്യം അന്വേഷിക്കുമ്പോൾ ബാങ്കുകാരും ഒന്ന് വീട് ജപ്തി ചെയ്ത കാര്യം പറയുകയാണ് വിനീത്. ഇത് കേട്ട് ഞെട്ടി സുജാത പറയുകയാണ്, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ടകാലമായി പോയത്? ശാരദ പറയുന്നു, ഭർത്താവും പോയി, ഇപ്പൊ വീടും പോയി. സുജാത പറയുകയാണ്, ഓ അത് ശരി, വീട് പോയത് കൊണ്ടല്ലേ ഇവിടെ വന്നത്. ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ പണക്കാരെല്ലാവരും കൂടി എന്തിനാ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന്. ഓണോ വിഷു ഒക്കെ വന്നാൽ പണക്കാരനായ അരവിന്ദന്റെ വീട്ടിലേക്കല്ലേ എല്ലാവരും കൂടി പോവുക, എല്ലാവരും അവിടെ അല്ലേ ഒത്തുകൂടുക. അമ്മ എന്തേ പറയുന്നെന്ന് വിനീത് ചോദിക്കുമ്പോൾ സുജാത പറയുകയാണ്, നീ മിണ്ടാതിരിക്കടാ, ഇവരൊക്കെ വലിയ പണക്കാരല്ലേ, നമുക്ക് അത്രയും പണമില്ലാത്തത് കൊണ്ടല്ലേ ഗംഗയെ നിനക്ക് തരില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ കണ്ടോ ദൈവം ഇവരെ എവിടാ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന്. അമ്മ എന്തേ പറയുന്നതെന്ന് വിനീത് ചോദിക്കുമ്പോൾ കാവേരി പറയുന്നു, അമ്മേ വാ നമുക്ക് പോകാം. അവരെ തടഞ്ഞു നിർത്തി വിനീത് പറയുന്നു, അമ്മായി ഞാൻ പറയുന്നത് കേൾക്ക്, ഗംഗ യമുനെ നില കാവേരി അകത്തേക്ക് വാ, അമ്മായി ദയവ് ചെയ്ത് അകത്തേക്ക് വാ. അങ്ങനെ സുജാതയുടെ അരികിലേക്ക് വന്ന് വിനീത് ചോദിക്കുന്നു, അമ്മയ്ക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അമ്മയുടെ സഹോദരന്റെ കുടുംബമല്ലേ? സുജാത പറയുകയാണ്, സഹോദരനെ ഇല്ല പിന്നെന്താ സഹോദരന്റെ കുടുംബം. അങ്ങനെ സുജാത അവരെ അപമാനിക്കുമ്പോൾ ഗംഗ പറയുന്നു, അമ്മേ നമുക്ക് പോകാം ഇവിടുന്ന്. സുജാതയെ മാറ്റി നിർത്തി വിനീത് ചോദിക്കുന്നു, അമ്മ എന്തെങ്ങനെ മനസാക്ഷി ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത്? സുജാത പറയുകയാണ്, പണവും സൗകര്യവും ഒക്കെ ഉള്ളത് കൊണ്ട് എന്തോ ഒരു അഹങ്കരിച്ചതാ, ഇപ്പൊ എല്ലാം പോയില്ലേ, നടു റോഡിൽ നിൽക്കുകയല്ലേ. ഇത് കേട്ട് കരയുകയാണ് കാവേരിയും ഗംഗയും എല്ലാം. വിനീത് പറയുന്നു, അമ്മേ ഞാൻ അമ്മയുടെ കാല് പിടിക്കാം, ദയവ് ചെയ്ത് ഒന്നും മിണ്ടാതെ നിൽക്ക്. സുജാത പറയുകയാണ്, ഇത്രയും പേർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ? നിനക്കവര് പെണ്ണിനെ തന്നില്ലല്ലോ. വിനീത് പറയുന്നു, അമ്മേ വീട് തിരിച്ചെടുക്കുന്നത് വരെ 1-2 ദിവസം അവരിവിടെ താമസിക്കട്ടെ, അമ്മയൊന്ന് മിണ്ടാതെ നിൽക്ക്. അമ്മയുടെ ആങ്ങളയുടെ കുടുംബമാണ്, അമ്മാവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും, ദയവ് ചെയ്ത് അവരെ കരയിപ്പിക്കല്ലേ. ഇത് കേട്ട് സുജാത ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശാരദയുടെ അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് വിനീത് പറയുന്നു, അമ്മായി ഭാഗത്തേക്ക് ഞങ്ങൾ പൊയ്ക്കോളാം മോനെ എന്ന് ശാരദ പറയുമ്പോൾ വിനീത് പറയുകയാണ്, അമ്മായിക്ക് അമ്മയെ പറ്റി അറിയാലോ, ദേഷ്യം കാണിക്കുകയാണ്, കാര്യമായിട്ട് എടുക്കണ്ട. അമ്മ പറഞ്ഞതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കാം, നിങ്ങൾ എവിടെയും പോകണ്ട, എല്ലാം ശരിയാകും വാന്നും പറഞ്ഞ് അവരെ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് വിനീത്. തുടർന്ന് ജയപാലിനെ കാണാനായി വീട്ടിലേക്ക് വരികയാണ് കാവേരി. പ്രവീണ പറയുന്നു, വാ കാവേരി, ജയപാലേട്ടനെല്ലാം പറഞ്ഞു, അകത്തേക്ക് വാ. ജയപാലനങ്ങൾ ഉണ്ടോ എന്ന് കാവേരി ചോദിക്കുമ്പോൾ പ്രവീണ പറയുകയാണ്, ഉണ്ട് മോൾ അകത്തേക്ക് വാ. നിങ്ങളിപ്പം എവിടാ ഉള്ളത്? ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് വന്ന ജയപാലൻ പറയുകയാണ്, പ്രവീണെ ഞാൻ അവരെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചതാ, അപ്പോഴേക്കും വിനീത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണെന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. കാവേരി ചോദിക്കുന്നു, ജയപാലനങ്ങൾ ബാങ്കുകാരുമായിട്ട് സംസാരിച്ചായിരുന്നു? കണ്ടായിരുന്നു, പണം അടച്ചിട്ട് വീട്ടിൽ കയറി താമസിച്ചോളാനാ അവര് പറയുന്നത്. ഇത് കേട്ട് കാവേരി ചോദിക്കുന്നു, സമയം തരില്ലേ? ജയപാലൻ പറയുകയാണ്, അവര് നമുക്ക് സമയം ഒരുപാട് തന്നായിരുന്നു, 2-3 ദിവസം അവിടെ തന്നെ താമസിക്ക്, എങ്ങനെയെങ്കിലും വീട് തിരിച്ചു പിടിക്കാമെന്ന് നോക്കട്ടെ. കാവേരി ചോദിക്കുന്നു, സത്യമായിട്ടും അച്ഛൻ ക്യാഷ് അയച്ചു തന്നിട്ടില്ലേ? ജയപാലൻ പറയുകയാണ്, ഇവരിങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്, ഞാനെന്താ അയച്ച പണം സ്വന്തമാക്കി വെച്ചിട്ട് കള്ളം പറയുകയാണോ? അവനവിടെ ജോലിയില്ലായിരുന്നു, അതുകൊണ്ടാ പണം അയക്കാൻ പറ്റാതായത്. ഇനി നമ്മൾ എന്താ ചെയ്യുക എന്നാ കാവേരി ചോദിക്കുമ്പോൾ ജയപാലൻ പറയുക, ആ ലോൺ അടയ്ക്കണം, അതാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. എന്റെ കയ്യിലും പണമില്ല, ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഞാൻ നോക്കിയേനെ, എങ്ങനെയെങ്കിലും പണം ശരിയാക്കി കൊടുക്കാം. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് സംശയത്തോടു കൂടി ജയപാലിനെ ഒന്ന് നോക്കിയിട്ട് കാവേരി എവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്